നമസ്കാരം. ഇന്ന് എം ബി രാഘവൻ രചിച്ച അദ്ദേഹത്തിന്റെ ആത്മകഥ ഇന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 1934 ജനിച്ച എം ബി രാഘവൻ 2005 വരെയുള്ള തന്റെ ജീവിതകഥയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും തുടർന്ന് CPM-ലും ഏറ്റവും ഒടുവിൽ സ്വന്തമായ പാർട്ടി രൂപീകരിക്കുകയും ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എം ബി രാഘവൻ. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് വ്യക്തിവിരോധങ്ങളും ഉപജാപങ്ങളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നയിക്കുന്നത് എന്ന വസ്തുതയാണ്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ EMS മുഖ്യമന്ത്രിയായിത്തീരുന്നത്, അതിൽ MN ഗോവിന്ദൻ നായർ അന്നത്തെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി വഹിച്ച പങ്ക്, ഇവയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. TV തോമസിനെ ഒഴിവാക്കാൻ നടത്തിയ നീക്കങ്ങൾ, അതുപോലെ CPM എന്ന പാർട്ടി രൂപവൽക്കൃതമാകുന്ന അല്ലെങ്കിൽ CPI പിളരുന്ന സമയത്തെ അതിലും വ്യക്തികൾ തമ്മിലുള്ള ഈഗോയും മറ്റുമൊക്കെ അതിൽ വഹിച്ച പങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. സോവിയറ്റ് യൂണിയന്റെ പക്ഷത്ത് നിൽക്കണോ, ചൈനീസ് പാർട്ടിയുമായിട്ട് അനുകൂലിച്ച് നിൽക്കണോ തുടങ്ങിയ വിഷയങ്ങളാണ് പലപ്പോഴും CPI-യുടെ പിളർപ്പിനിടയാകുന്നതെന്ന് അതിൽ പറയാതെ പറയുന്നുണ്ട്. പിന്നെ MN ഗോവിന്ദൻ നായർ ആദ്യം CPI-യിലെ ഇടതുപക്ഷ വീക്ഷണത്തിന്റെ ആളായിരുന്നു. പിന്നീട് അദ്ദേഹം വലതുപക്ഷത്തോട് തിരിയുന്നു. അങ്ങനെ നമുക്ക് തന്നെ മനസ്സിലാകാത്ത വ്യക്തിപരമായ കാരണങ്ങളാണ് പലപ്പോഴും ഈ പാർട്ടിയിലെ അന്തർനാടകങ്ങൾക്ക് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാകുന്നു. എം ബി രാഘവന്റെ കാര്യമെടുത്താൽ അദ്ദേഹം ജീവചരിത്രം എന്ന നിലയിലാണ് ഇത് പറയുന്നതെങ്കിലും, അല്ലെങ്കിൽ ആത്മകഥ ആയിട്ടാണ് ഇത് പറയുന്നതെങ്കിലും, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിവരങ്ങൾ വളരെ കുറച്ച് ഇതിൽ പറയുന്നുള്ളൂ. അദ്ദേഹം നേതൃത്വമുള്ള ജീവിതം ആരംഭിക്കുന്നതും വീട്ടിലെ കഷ്ടപ്പാടുകൾ, അച്ഛൻ നേരത്തെ മരിച്ചുപോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യ അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിൽ പിന്നെയുള്ള അധ്യായങ്ങൾ മുഴുവൻ രാഷ്ട്രീയം മാത്രമാണ്. അതും പാർലമെന്ററി രാഷ്ട്രീയം. അതിൽ ഞാൻ അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാകാതിരുന്ന അല്ലെങ്കിൽ അറിയാതിരുന്ന ഒരു മുഖവും എം ബി രാഘവന്റെ ഒരു മുഖവും ഇവിടെ അനാവൃതമാകുന്നുണ്ട്. അദ്ദേഹം പാപ്പിനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ പഞ്ചായത്തിന്റെ കഷ്ടത അല്ലെങ്കിൽ ആ സാമ്പത്തിക ദുസ്ഥിതി പരിഹരിക്കാൻ വേണ്ടി ഒരു തെങ്ങിൻ തോപ്പ്, ഒരു ചതുപ്പ് നിലം കിടന്നത് തെങ്ങിൻ തോപ്പാക്കി മാറ്റുന്നതൊക്കെ പറയുന്നുണ്ട്, മറ്റ് എതിർപ്പുകൾക്ക് അവഗണിച്ചുകൊണ്ട്. അപ്പോൾ അതിലൊരു സംരംഭകാരിയുടെ മുഖം നമുക്ക് കാണാൻ കഴിയുന്നു. അത് അവസാനം വരെ ആ ഒരു സംരംഭകാരിത്വം നമുക്ക് ദർശിക്കാം. UDF മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ സഹകരണ വകുപ്പിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, വിദേശയാത്രകൾ, ഇവയെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇതിലെ ഏറ്റവും എം ബി രാഘവന്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത് CPM നിന്ന് പുറത്താക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യമാണ്. മുസ്ലിം ലീഗുമായിട്ട് സഖ്യം, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി മാത്രമേ കേരളത്തിൽ രാഷ്ട്രീയ വിജയം നേടാൻ കഴിയൂ എന്ന എം ബി രാഘവന്റെ ബദൽ രേഖ. യഥാർത്ഥത്തിൽ ബദൽ രേഖ എഴുതുന്നത് നായനാരുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. EK നായനാരെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് തികഞ്ഞ അവസരവാദി എന്നാണ്. വ്യക്തിപരമായ പരാമർശങ്ങൾ കഴിവതും ഈ പുസ്തകത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും ആദ്യം കാസർഗോഡ് ലോക്സഭാ സീറ്റ് മത്സരിക്കാൻ കിട്ടാത്തതിന് പേരിൽ നായനാര് വീട്ടിലേക്ക് മടങ്ങുന്നു, രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലോട്ട് പോകുന്നു. പിന്നെ ഇരിക്കൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചതുപോലെ അല്ലെങ്കിൽ തർക്കങ്ങളോടെടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാക്കി എം ബി രാഘവൻ നിർദ്ദേശിക്കുന്നു. ഇവയെല്ലാം പറയുന്നുണ്ട്. നായനാരെക്കുറിച്ച് തികഞ്ഞ അവസരവാദി എന്ന് പറയുമ്പോൾ മറ്റ് പലരുടെയും അവസരവാദിത്വം ഇതിനകത്ത് തെളിയുന്നുണ്ട്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ നമുക്ക് ഇത് വെറും ഒരു പാർലമെന്ററി വ്യാമോഹം ബാധിച്ചവരുടെ ഒരു പ്രസ്ഥാനമാണെന്ന് തോന്നുന്ന വിധമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് വായിക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ തോന്നിപ്പോകുന്നതിൽ അത്ഭുതമില്ല. നായനാരെ 1980 മുഖ്യമന്ത്രിയാക്കാൻ EMS എന്ന പാർട്ടിയുടെ അപ്രമാദിത നേതാവായിരുന്ന EMS-ന്റെ ആ ഒരു നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഒപ്പിച്ചുകൊണ്ട് എം ബി രാഘവൻ നായനാരെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നു. നായനാർ മുഖ്യമന്ത്രിയാകുന്നു. ആ മന്ത്രിസഭയിൽ എം ബി രാഘവന് കിട്ടാവുന്ന അദ്ദേഹത്തിന്റെ പേരും മന്ത്രിസഭയിലേക്ക് മന്ത്രിയായി നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും EMS
ഈ ടി കെ രാമകൃഷ്ണനെ ഒഴിവാക്കിയുള്ള പക മൂലം ഇദ്ദേഹത്തെ മന്ത്രിയാക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം കുറച്ചുകൊണ്ട് പകരം വീട്ടുന്നു. 4 മന്ത്രിമാർ മതി എന്ന തീരുമാനമെടുക്കുന്നു. അങ്ങനെ EMSുമായിട്ടുള്ളൊരു വ്യക്തിവിരോധമാണ് ഒരു പക്ഷേ MP രാഘവന് ബദൽ രേഖ തയ്യാറാക്കുന്നതിലും മറ്റും മുൻകൈയെടുക്കാൻ കാരണമായത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഏതായാലും ഈ പുസ്തകം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു റഫറൻസ് ബുക്കായി നമുക്ക് കാണാം. അതിനപ്പുറത്തേക്ക് ഒരു ആത്മകഥയിൽ കാണാവുന്ന ആത്മനിഷ്ഠമായ വസ്തുതകൾ അല്ലെങ്കിൽ വൈകാരികമായ മുഹൂർത്തങ്ങളൊന്നും ഈ പുസ്തകത്തിലില്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുട്ടികൾ എത്രാം ക്ലാസ്സാണ് പഠിക്കുന്നത് പോലും രാഷ്ട്രീയ തിരക്കിനിടെ എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പുസ്തകം വായിക്കുക. രാഷ്ട്രീയ താല്പര്യരായവർക്ക് കൂടുതൽ റെഫറൻസ് ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമായി ഞാനിതിനെ ശുപാർശ ചെയ്യുന്നു. നമസ്കാരം.